പശ്ചിമേഷ്യയിലെ അശാന്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ ഇസ്രയേൽ അതിർത്തിയോട് ചേർന്നുള്ള സിനായ് മേഖലയിൽ ഈജിപ്ത് നടത്തുന്ന വൻതോതിലുള്ള സൈനികാഭ്യാസങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ദശകങ്ങളായി നിലനിൽക്കുന്ന സമാധാന കരാറുകൾക്കും നയതന്ത്ര ബന്ധങ്ങൾക്കും ഇടയിലും അതിർത്തിക്കടുത്ത് ഇത്രയും വലിയ തോതിലുള്ള ആയുധ പ്രകടനം നടക്കുന്നത് മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ ബാധിക്കുമോ എന്ന ആശങ്ക പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. ഈജിപ്ഷ്യൻ സായുധ സേനയുടെ കര-വ്യോമ പ്രതിരോധ വിഭാഗങ്ങൾ സംയുക്തമായാണ് സിനായ് മണലാരണ്യത്തിൽ ഈ അഭ്യാസങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ലൈവ് ഫയർ അഥവാ യഥാർത്ഥ യുദ്ധ സാഹചര്യത്തിന് സമാനമായ വെടിയുണ്ടകളും ബോംബുകളും ഉപയോഗിച്ചുള്ള പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്. ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, അത്യാധുനിക യുദ്ധവിമാനങ്ങൾ എന്നിവയുടെ വലിയൊരു നിര തന്നെ അതിർത്തി മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സൈനിക അഭ്യാസത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വശം അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളുടെ ഉപയോഗമാണ്. ശത്രുപക്ഷത്തിന്റെ ആശയവിനിമയ സംവിധാനങ്ങളെയും റഡാറുകളെയും തകർക്കുന്നതിനോ ജാം ചെയ്യുന്നതിനോ ഉള്ള സാങ്കേതിക വിദ്യകൾ ഈജിപ്ത് ഇവിടെ പരീക്ഷിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഈജിപ്ഷ്യൻ സൈന്യം ഇത്തരം ജാമിംഗ് സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചതോടെ ഇസ്രയേൽ അതിർത്തിയോട് ചേർന്നുള്ള ജൂത സെറ്റിൽമെന്റുകളിൽ വലിയ തോതിലുള്ള ആശയവിനിമയ തടസ്സങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പലയിടങ്ങളിലും മൊബൈൽ നെറ്റ്വർക്കുകൾ പ്രവർത്തനരഹിതമാവുകയും ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്തു. സിനായ് മേഖലയിലെ ഈ സൈനിക സാന്നിധ്യം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവകരമായ കാര്യമാണ്. 1979 ക്യാമ്പ് ഡേവിഡ് കരാർ പ്രകാരം സിനായ് മേഖലയിൽ സൈനിക വിന്യാസത്തിന് ചില നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. എന്നാൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഇസ്രയേലിന്റെ തന്നെ സമ്മതത്തോടെ ഈജിപ്ത് മുൻപ് ഇവിടെ സൈന്യത്തെ വിന്യസിച്ചിരുന്നു. വ്യോമ പ്രതിരോധ യൂണിറ്റുകളുടെ സജീവ പങ്കാളിത്തം ഈ അഭ്യാസത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു. ആകാശത്തു നിന്നുള്ള ഭീഷണികളെ നേരിടുന്നതിനും ശത്രുവിമാനങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുന്നതിനുമുള്ള മിസൈൽ സംവിധാനങ്ങളും റഡാർ യൂണിറ്റുകളും സിനായിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു വലിയ ശക്തിക്കെതിരെയുള്ള പ്രതിരോധം ലക്ഷ്യമിട്ടാണ് ഈ തയ്യാറെടുപ്പുകൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ നീക്കവും ക്രമീകരിച്ചിരിക്കുന്നത്. മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഈ സൈനിക നീക്കത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഗാസയിലെ സംഘർഷങ്ങളും ലബനൻ അതിർത്തിയിലെ പുകച്ചിലുകളും പശ്ചിമേഷ്യയെ ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അറബ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഈജിപ്ത് തങ്ങളുടെ കരുത്ത് തെളിയിക്കുന്നത് ഇസ്രയേലിനും അതിന്റെ സഖ്യകക്ഷികൾക്കും ഒരു മുന്നറിയിപ്പായി കണക്കാക്കാം. ഇസ്രയേലിനുള്ളിലെ സെറ്റിൽമെന്റുകളിൽ അനുഭവപ്പെട്ട തടസ്സങ്ങൾ ഒരു സൈനിക പരീക്ഷണത്തിന്റെ പാർശ്വഫലമാണോ അതോ ഈജിപ്ത് തങ്ങളുടെ ഇലക്ട്രോണിക് വാർഫെയർ ശേഷി പ്രദർശിപ്പിക്കാൻ ആഗ്രഹിച്ചതാണോ എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. അതിർത്തിക്ക് സമീപം ഇത്തരമൊരു പരീക്ഷണം നടത്തുമ്പോൾ അത് അയൽ രാജ്യത്തെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഈ സൈനികാഭ്യാസത്തിന് ബദർ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ചരിത്രപരമായ പ്രാധാന്യമുള്ള ഈ പേര് സൈനികർക്ക് വലിയ ആവേശം നൽകുന്ന ഒന്നാണ്. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പരിശീലനം നടക്കുന്നത്. അതേസമയം ഇസ്രയേൽ പ്രതിരോധ സേന അതിർത്തിയിലെ ഈ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഈജിപ്തുമായുള്ള സമാധാന കരാർ നിലനിൽക്കുന്നുണ്ടെങ്കിലും സൈനികമായ തയ്യാറെടുപ്പുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറല്ല. റഡാറുകളിലും സിഗ്നലുകളിലും ഉണ്ടായ തടസ്സങ്ങളെ കുറിച്ച് ഇസ്രയേൽ ഔദ്യോഗികമായി ഈജിപ്തിനെ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. നയതന്ത്ര തലത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിർത്തിയിലെ സംഘർഷാവസ്ഥ അയഞ്ഞിട്ടില്ല. സിനായ് മണലാരണ്യം ചരിത്രപരമായി പല യുദ്ധങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഇടമാണ്. ആ തന്ത്രപ്രധാനമായ ഭൂമിയിൽ വീണ്ടും ടാങ്കുകൾ ഗർജിക്കുമ്പോൾ അത് പഴയ യുദ്ധസ്മരണകളെ ഉണർത്തുന്നു. പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളും ഈ നീക്കത്തെ ഉറ്റുനോക്കുകയാണ്. ഇറാൻ, സൗദി അറേബ്യ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ സൈനിക അഭ്യാസത്തിന്റെ ഫലങ്ങളെ സസൂക്ഷ്മമായി വിലയിരുത്തുന്നു. ഒരുപക്ഷെ ഈജിപ്തിന്റെ ഈ നീക്കം മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ ഈ അഭ്യാസത്തെ തങ്ങളുടെ സൈന്യത്തിന്റെ കരുത്തായി വിശേഷിപ്പിക്കുമ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ ഒരു പ്രൊവോക്കേഷൻ അഥവാ പ്രകോപനമായി കാണുന്നു. ഓരോ രാജ്യവും തങ്ങളുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്. അതിയാധുനികമായ റഡാർ ജാമിംഗ് സാങ്കേതിക വിദ്യ കൈവശമുണ്ടെന്ന് തെളിയിക്കുന്നതിലൂടെ അമേരിക്കൻ നിർമ്മിതി ആയുധങ്ങൾക്കപ്പുറം തങ്ങളുടേതായ സാങ്കേതിക വിദ്യകൾ ഈജിപ്ത് വികസിപ്പിച്ചെടുത്തതായി കാണാം. മേഖലയിൽ US ഇടപെടലുകൾ കുറയുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രാദേശിക ശക്തികൾ കൂടുതൽ കരുത്താർജിക്കുന്നത് ശ്രദ്ധേയമാണ്.
സ്വന്തം സുരക്ഷാ ആവശ്യങ്ങൾക്കായി തങ്ങൾ തന്നെ മുൻകൈ എടുക്കണമെന്ന ബോധം ഈജിപ്തിനെ പോലെയുള്ള രാജ്യങ്ങളിൽ ശക്തമാകുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഈ സൈനിക അഭ്യാസങ്ങൾ എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പരിശീലനം അവസാനിച്ച ശേഷവും സൈനികരെ അതിർത്തിയിൽ തന്നെ നിലനിർത്തുമോ അതോ ബാരക്കുകളിലേക്ക് മടക്കി വിളിക്കുമോ എന്നത് നിർണായകമാണ്. സൈനിക വിന്യാസം സ്ഥിരമാകുകയാണെങ്കിൽ അത് കരാറുകളുടെ ലംഘനമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ആധുനിക യുദ്ധങ്ങളെ എങ്ങനെയൊക്കെ മാറ്റുന്നു എന്നതിന് ഉദാഹരണമാണ് സിനായിൽ കണ്ടത്. ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ തന്നെ ശത്രുവിന്റെ ആശയവിനിമയത്തെ തകർക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു വിജയമാണ്. ഈജിപ്ത് ഈ ദിശയിൽ വലിയ പുരോഗതി കൈവരിച്ചതായി വേണം കരുതാൻ. അതിർത്തിയിലെ സംഘർഷം കുറയ്ക്കാൻ UN ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇടപെടണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. സമാധാന കരാറുകൾ ലംഘിക്കപ്പെടാതിരിക്കാൻ കൃത്യമായ നിരീക്ഷണം ആവശ്യമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം വീണ്ടെടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ലോകക്രമത്തെ ബാധിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഈജിപ്തിന്റെ ഈ സൈനിക അഭ്യാസം കേവലം ഒരു പ്രാദേശിക വാർത്തയല്ല. അന്താരാഷ്ട്ര സുരക്ഷാ ഏജൻസികളും പ്രതിരോധ വിദഗ്ധരും ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിവരികയാണ്. ഭാവിയിൽ ഇത്തരം ഇലക്ട്രോണിക് വാർഫെയർ നീക്കങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാൻ സാധ്യതയുണ്ട്. വിരൽത്തുമ്പിൽ യുദ്ധം നിയന്ത്രിക്കപ്പെടുന്ന കാലത്ത് ആയുധങ്ങൾക്കൊപ്പം വിവേകവും അത്യാവശ്യമാണ്. ഈജിപ്തിന്റെ കരുത്ത് പ്രകടനത്തെ ലോകം എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും കാലത്തെ സമാധാനം. പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ ഈ നീക്കങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ കാലം തെളിയിക്കും. അതിർത്തിയിലെ ഓരോ നിമിഷവും ഇപ്പോൾ ഉദ്വേഗജനകമാണ്. ഈജിപ്ത് ഇസ്രയേൽ അതിർത്തിയിലെ പുതിയ സംഭവ വികാസങ്ങൾ ലോകം ഉറ്റുനോക്കുമ്പോൾ സമാധാനത്തിന്റെ വില എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്.